Hello my dear student, welcome back to Learn and Grow. Today we are going to discuss class 7 science chapter 3 A World of Electricity. അതിൻ്റെ പാർട്ട് 1, 2, 3 ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണണം. എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. യൂസ്ഫുള്ളായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായിട്ട് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി കടക്കാം. From circuit to device. Okay. We can use 9V battery and lead module for making an emergency lamp. How will you connect them to make a circuit? Try to draw. Okay, അപ്പോൾ നമ്മൾ നേരത്തെ എമർജൻസി ലാമ്പ് നിർമ്മിക്കാൻ എന്തൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ളതെന്ന് അറിയായിരുന്നു അല്ലേ? എന്തൊക്കെയാണ്? 9V ബാറ്ററി, LED മൊഡ്യൂൾ, പിന്നെ വയർ അല്ലേ? അപ്പോൾ ഇതൊക്കെ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് നമ്മളൊരു സർക്യൂട്ട് ക്രമീകരിച്ചത്? അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് ബന്ധിപ്പിക്കേണ്ടത്? അപ്പോൾ അതൊന്ന് വരച്ച് നോക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓൾറെഡി മുമ്പ് അതിൻ്റെ കുറേ പിക്ചർ ഡ്രോയിങ് ഈ ചാപ്റ്ററിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ കണക്റ്റിംഗ് വയറുണ്ട്, LED മൊഡ്യൂൾ, സ്വിച്ച്, ബാറ്ററി. അപ്പോൾ ബാറ്ററി മറ്റേ എൻ്റെ LED മൊഡ്യൂള് കണക്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ സ്വിച്ച് വരത്തക്ക വിധം അല്ലേ? ഓക്കെ, അപ്പോൾ ആഫ്റ്റർ അറേഞ്ചിങ് ദ സർക്യൂട്ട് ചെക്ക് വെദർ ദ LED ഗ്ലോസ്. അപ്പോൾ ഇത് നമുക്ക് കണക്ട് ചെയ്തിട്ടായിട്ട് LED ഗ്ലോ ചെയ്യുന്നുണ്ടോ, ബൾബ് ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പോൾ നമ്മൾ എമർജൻസി ലാമ്പ് ഉണ്ടാക്കി. ഇനി നമുക്കിതിനൊരു സ്റ്റാൻഡ് വേണം അല്ലേ? അപ്പോൾ സ്റ്റാൻഡ് എങ്ങനെയാണ് ഒരു സ്റ്റാൻഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് വീട്ടിൽ ഉണ്ടാക്കുന്ന തരത്തിലുള്ള സ്റ്റാൻഡ് കൺസ്ട്രക്ട് ചെയ്യുന്നതെന്ന് താഴെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഫിഗർ 1, 2, 3, 4 നോക്കാം. Construction of stand. Take half-liter bottle with a wide mouth as shown in the figure 1. Fill it with sand. Put 2 holes in the cap as shown in the figure 2. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്ന തരത്തിലുള്ള നല്ല പാവട്ടമുള്ള ഒരു 1/2 ലിറ്റർ പ്ലാസ്റ്റിക് കുപ്പി എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, എന്നിട്ട് എന്താ ചെയ്യണം? ഈ ബോട്ടിലിൽ മണൽ നിറക്കണം, സാൻഡ്. എന്നിട്ട് രണ്ടാമത്തെ ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ അതിൻ്റെ അടപ്പിൽ ഹോൾസ് ഇടണം. ഓക്കെ, മേക്ക് ഹോൾസ് ഇൻ ദ പൈപ്പ് ഓൾസോ ഷോൺ ഇൻ ദ ഫിഗർ സി. അത് കഴിഞ്ഞ ശേഷം ആ പൈപ്പില്ലേ, PVC പൈപ്പാണ്, അപ്പോൾ ആ പൈപ്പിലും കാണിച്ചിരിക്കുന്ന തരത്തിലുള്ള 2 ഹോൾസ് എടുക്കണം. ഓക്കെ, അറേഞ്ച് ദ സർക്യൂട്ട് അസ് ഷോൺ ഇൻ ദ ഫിഗർ 4. എന്നിട്ട് ഈ സർക്യൂട്ടൊക്കെ ഈ ഫിഗർ 4ൽ കാണിച്ചിരിക്കുന്ന തരത്തിൽ അറേഞ്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അറേഞ്ച് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് അവിടെ ബാറ്ററി ഉള്ളത് നോക്കിയേ. ഈ ബോട്ടിലിൻ്റെ അകത്താണ് അല്ലേ ബാറ്ററീസ്. ഈ സെല്ല് ആർക്കും കാണാൻ പറ്റാത്ത വിധത്തിലാണ് ക്രമീകരിക്കേണ്ടത് അല്ലേ? സെല്ലും വയറും ഒന്നും ആർക്കും കാണാൻ പറ്റാത്ത രീതിയിൽ, എന്നാൽ ലൈറ്റ് മാത്രമാണ് അല്ലേ? എമർജൻസി ലാമ്പിൽ സാധാരണ അങ്ങനെയാണല്ലോ. അപ്പോൾ അതേപോലെ തന്നെ ക്രമീകരിക്കാനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നോക്കാം. പേ അറ്റൻഷൻ ടു ദ ഫോളോയിങ് പോയിന്റ് വൈൽ മേക്കിംഗ് ആൻ എമർജൻസി ലാമ്പ്. ഇതുണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദ സർക്യൂട്ട് ഷുഡ് ബി മെയ്ഡ് ഇൻ സച്ച് എ വേ ദാറ്റ് ദ വയർ ഫ്രം LED ടു സ്വിച്ച് ആൻഡ് ഫ്രം ദ സ്വിച്ച് ടു ബാറ്ററി ആർ നോട്ട് എക്സ്പോസ്ഡ്. ഇനിയിപ്പോൾ പറഞ്ഞ പോലെ തന്നെ വയറിൽ നിന്ന് സ്വിച്ചിലേക്കും സ്വിച്ചിൽ നിന്ന് വയറിലുള്ള പോകുന്ന ബാറ്ററിയിലേക്ക് പോകുന്ന വയറുകൾ പുറത്ത് കാണത്തക്ക വിധമാണ് ക്രമീകരിക്കേണ്ടത്. ഓക്കെ, ബാറ്ററി ഷുഡ് ബി ഫിക്സ്ഡ് ഫേംലി ഇൻ ദ സാൻഡ്. ബാറ്ററി മണലിൽ നന്നായിട്ട് ഉറപ്പിച്ച് വയ്ക്കണം. ദ എമർജൻസി ലാമ്പ് ഷുഡ് ബി ലിഫ്റ്റഡ് ഓൺലി ബൈ അപ്ഹോൾഡിംഗ് ദ ബോട്ടിൽ. എമർജൻസി ലാമ്പ് എപ്പോഴും ലിഫ്റ്റ് ചെയ്യുമ്പോൾ ആ ബോട്ടിൻ്റെ താഴെ ഭാഗം മാത്രം പിടിച്ച് ലിഫ്റ്റ് ചെയ്യുക അല്ലേ? ആ PVC പൈപ്പ് പിടിച്ചിട്ട് എടുക്കാനൊന്നും ശ്രമിക്കരുത്.
മോർ ദാൻ 1 LED മൊഡ്യൂൾ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഗെറ്റിംഗ് ലൈറ്റ് ഇൻ ഓൾ ഡയറക്ഷൻ. അപ്പോൾ ഒന്നിലധികം LED നമുക്ക് എടുക്കാം എല്ലായിടത്തേക്കും പ്രകാശം കിട്ടത്തക്ക വെളിച്ചം ലഭിക്കാനായിട്ട്. ഇൻസുലേഷൻ ടേപ്സ് ഓഫ് ഡിഫറെൻറ്റ് കളേഴ്സ് ക്യാൻ ബി യൂസ് ടു മേക്ക് ദ എമർജൻസി ലാമ്പ് മോർ എഫക്റ്റീവ്. അപ്പോൾ ഇവിടുത്തെ ഈ പിക്ചറിൽ കാണുന്നില്ലേ, അപ്പോൾ അതുപോലെ തന്നെ നമ്മൾക്ക് ആ ബോട്ടിൽ നല്ല പലതരം കളറിലുള്ള ഇൻസുലേഷൻ ടാപ്പ് കൂടി ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഈ ബോട്ടിൽ നല്ല ഭംഗിയാക്കാമെന്നാണ് പറയുന്നത്. ഓക്കെ, ഫോർ മോർ അട്രാക്റ്റീവ്. എക്സിബിറ്റ് ദ എമർജൻസി ലാമ്പ് മെയ്ഡ് ഈച്ച് ഗ്രൂപ്പ് ബിഫോർ ദ ക്ലാസ്. സെലക്ട് ദ ബെസ്റ്റ് വൺ ബേസ്ഡ് ഓൺ ദ ഇൻഡിക്കേഷൻ ഗിവൻ ബിലോ. ഓക്കെ, അപ്പോൾ ക്ലാസ്സിൽ എല്ലാവരും ഇത് ചെയ്യണം, ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട്, എന്നിട്ട് ആരുതാണ് ഏറ്റവും നല്ലതായിട്ട് ഉള്ളതെന്ന് നോക്കാനാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഇനി ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റി. ഓക്കെ, വീട്ടിലെ വൈദ്യുതി അല്ലെങ്കിൽ ഗാർഹിക വൈദ്യുതി. We have used 9V battery to make an emergency lamp. Will we get an electric shock if we touch the wire connected to the battery? ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ 9V ബാറ്ററി ആയിട്ട് എമർജൻസി ലാമ്പൊക്കെ ഉണ്ടാക്കിയല്ലേ, അപ്പോൾ നമ്മളത് ബാറ്ററി ആയിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഷോക്ക് അടിച്ചോ? ആ വയറ് സ്പർശിച്ചാൽ ഷോക്ക് അടിക്കോ? ഇല്ല അല്ലേ. 9V ബാറ്ററി എന്ന് വെച്ചാൽ ചെറിയ തരത്തിലുള്ള വൈദ്യുതിയാണ്, അപ്പോൾ അത് ഏറ്റാൽ നമുക്ക് ഷോക്കൊന്നും അടിക്കത്തില്ല അല്ലേ. ഇഫ് സംഹൗ ദ ഇലക്ട്രിസിറ്റി യൂസ്ഡ് അറ്റ് ഹോം പാസസ് ത്രൂ അവർ ബോഡി ഇറ്റ് ക്യാൻ കോസ് ആൻ ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ പക്ഷേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന വൈദ്യുതി ഏതെങ്കിലും വിധത്തിൽ നമ്മുടെ ശരീരത്തിലൂടെ കടന്നു പോയാൽ എന്താവും? ഷോക്ക് അടിക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം? എന്താണ്? ദ ഇലക്ട്രിസിറ്റി വി യൂസ്ഡ് അറ്റ് ഹോം ഈസ് 230 വോൾട്ട്. ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു യൂസ് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി വൈൽ കണ്ടക്ടിങ് ആൻ എക്സ്പെരിമെൻറ്റ്. നമ്മൾ വീട്ടിലുള്ളത് എന്താണ്? 230 വോൾട്ടേജ് വൈദ്യുതിയാണ് വീട്ടിലെത്തുന്നത്. പരീക്ഷണങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള ശക്തി കൂടിയ വൈദ്യുതി ഉപയോഗിക്കാൻ എന്നത് സുരക്ഷിതമല്ല അല്ലേ. കാരണം എന്താണ്? ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്താണ് ഇലക്ട്രിക് ഷോക്ക്? We get an electric shock when electric current passes through our body. നമ്മുടെ ശരീരത്തിനുള്ളിലേക്ക് വൈദ്യുതി പ്രവഹിക്കുമ്പോഴാണ് എന്ത്? ഷോക്ക് ഏൽക്കുന്നത് അല്ലേ. അവർ ബോഡി ഈസ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ. അപ്പോൾ നമ്മുടെ ബോഡി എന്താണ്? ഇലക്ട്രിക് കണ്ടക്ടർ ആണ് അല്ലേ. വൈദ്യുതിയെ പാസ് ചെയ്യുന്ന വസ്തുവാണ്. സിൻസ് വാട്ടർ ഈസ് പ്രസൻറ്റ് ഇൻ ദ ലിവിങ് സെൽ. കാരണം നമ്മുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ സാന്നിധ്യമുണ്ട് അല്ലേ. ഇലക്ട്രിക് ഷോക്ക് ഒക്കേഴ്സ് വെൻ എ ബ്രോക്കൺ പവർ ലൈൻ ഓൺ എക്സ്റ്റേണൽ ഇലക്ട്രിക് സോഴ്സ്. അപ്പോൾ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കുന്നത് എങ്ങനെയാണ്? പൊട്ടിയ വൈദ്യുതി ലൈനിലോ അല്ലെങ്കിൽ ഇൻസുലേഷൻ ഇല്ലാത്ത ഏതെങ്കിലും ഒരു ബാഹ്യ വൈദ്യുത സ്രോതസ്സിനെ നമ്മൾ ടച്ച് ചെയ്യുമ്പോഴാണ്. Like an uninsulated circuit comes in contact with the body, sometimes the causes severe burn. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് ഷോക്ക് ഏറ്റാൽ എന്താവും? ചില സമയങ്ങളിൽ ഗുരുതരമായി പൊള്ളലേക്കും അല്ലേ. അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് ഇസ് എ മേജർ റീസൺ ഫോർ ഡെത്ത് ഡ്യൂ ടു ദ ഇലക്ട്രിക് ഷോക്ക്. അതല്ലെങ്കിൽ വൈദ്യുതാഘാതം മൂലമുണ്ടാകുന്ന മരണത്തിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഹൃദയാഘാതമാണ്. ഓക്കെ, കാർഡിയാക് അറസ്റ്റ്. Observe the given picture, find out the situation in which there is a chance for electric shock and put a tick mark in the appropriate boxes. അപ്പോൾ താഴെ കൊടുത്തിരുന്നത് വായിച്ചിട്ട് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാൻ സാധ്യതയുള്ളത് എന്തൊക്കെയാണ് നമ്മൾ ടിക്ക് ചെയ്യാനാണ്. ഓക്കെ, യൂസിങ് ഡിവൈസസ് ഓഫ് ഗുഡ് ക്വാളിറ്റി. അപ്പോൾ അവിടെ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള സാധ്യത ഉണ്ട്? ഇല്ല, ഗുഡ് ക്വാളിറ്റി മെറ്റീരിയലാണ് യൂസ് ചെയ്യുന്നത് അല്ലേ. ഗുഡ് ക്വാളിറ്റി ഡിവൈസാണ്. ചേഞ്ചിങ് ബൾബ് വെൻ സ്വിച്ച് ഈസ് ഓൺ. സ്വിച്ച് ഓണായി കിടക്കുമ്പോൾ ബൾബ് ഊരിയാൽ അത് വൈദ്യുതി ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. എപ്പോഴും നമ്മൾ ബൾബൊക്കെ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് സ്വിച്ച് ഓഫ് ചെയ്യണം. പിന്നെ ടേണിങ് ഓൺ എ സ്വിച്ച് വിത്ത് വെറ്റ് ഹാൻഡ്. നനഞ്ഞ ഹാൻഡ് കൊണ്ട് സ്വിച്ച് ഓഫ് ആക്കാൻ ശ്രമിച്ചാൽ അതും ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട് അല്ലേ. കാരണം എന്താണ്? നനവ് അല്ലെങ്കിൽ വെള്ളത്തിലൂടെ വൈദ്യുതി പാസ് ചെയ്യും. ഇറ്റ്സ് എ കണ്ടക്ടർ. റിമൂവ് ദ ഫാൻ ഫ്രം സീലിംഗ് ആഫ്റ്റർ ടേണിംഗ് ദ മെയിൻ സ്വിച്ച് ഓഫ്. മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് ഫാൻ അയച്ചെടുത്താൽ ഷോക്കൊന്നും ഏൽക്കില്ല അല്ല. മെയിൻ സ്വിച്ച് ഓഫാണ്, വൈദ്യുതിയുടെ പൂർണ്ണമായും വിച്ഛേദിച്ചിരിക്കുന്നു. റിമൂവ് ദ പ്ലഗ് പിൻ വിത്തൗട്ട് സ്വിച്ചിങ് ഓഫ്. നമ്മളൊക്കെ ചെയ്യുന്ന ഒരു കാര്യമാണല്ലേ. നമ്മൾ പ്ലഗ് ഇപ്പോൾ മൊബൈൽ ഫോണിൻ്റെ ചാർജർ റിമൂവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്ലഗ് ഓഫ് ചെയ്യാറില്ല. പക്ഷേ അതെന്തായാലും സുരക്ഷിതമല്ല. നമ്മൾ എപ്പോഴും സ്വിച്ച് ഓഫ് ചെയ്തതേ എടുക്കുക. അപ്പോൾ ഇത് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. യൂസിങ് വയർ വിത്തൗട്ട് പ്രോപ്പർ ഇൻസുലേഷൻ.
അത് തീർച്ചയായിട്ടും ഷോക്ക് ഏൽക്കും അല്ലേ, പ്രോപ്പർ ഇൻസുലേഷൻ ഇല്ലാത്ത വയർ. ദെൻ റിപ്പയറിങ് ഡിവൈസ് വൈൽ സ്വിച്ചസ് ആർ ടേൺഡ് ഓൺ. ഡിവൈസസ് ശരിയാക്കുന്ന സമയത്ത് അതിൻ്റെ സ്വിച്ചസൊക്കെ ഓൺ ചെയ്താൽ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. യൂസിങ് ഫുഡ് വെയർ വൈൽ അയണിങ് ക്ലോത്ത്സ്. ക്ലോത്ത്സൊക്കെ അയൺ ചെയ്യുന്ന സമയത്ത് ഫുഡ് വെയർ ധരിച്ചാൽ എന്താണ് ഷോക്ക് ഏൽക്കുന്നതിന് തടയാം അല്ലേ. ഇപ്പം നോക്കാം. ഹാവൻ യു ഫൗണ്ട് ഔട്ട് സച്ച് ഇൻ സിറ്റുവേഷൻ ഇൻ വിച്ച് are likely to get an electric shock? Has anyone in your house experienced a severe shock? If so, in what context did it happen? Share your experience with the class. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും ഷോക്ക് ഏറ്റിട്ടുണ്ടോ, ഇങ്ങനെയുള്ള സിറ്റുവേഷൻ സംഭവിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ക്ലാസ്സിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൺ വൈൽ ഹാൻഡ്ലിങ് ഇലക്ട്രിക് അപ്ലയൻസസ്. അപ്പോൾ ഇലക്ട്രിക് അപ്ലയൻസസ് കൈകാര്യം ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടതെന്നാണ് ചോദിക്കുന്നത്. സയൻസ് ഡയറിയിൽ എഴുതണം. നമ്മളിപ്പോൾ പറഞ്ഞല്ലോ മുകളിൽ കൊടുത്ത കാര്യം, കേസ് ഓഫ് ഇലക്ട്രിക് ഷോക്ക്. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ട്രൈ ടു ടച്ച് ഓർ മൂവ് someone who is experiencing an electric shock? Won't we also get the shock? Hence one should never touch a person who has an electric shock. ഓക്കെ, അപ്പോൾ ഒരാൾക്ക് ഇലക്ട്രിക് ഷോക്ക് സംഭവിച്ചിരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾക്കത് കണ്ടു, പക്ഷെ നമ്മൾ അയാളെ അടുത്ത് പോയി ഇങ്ങനെ പിടിച്ച് മാറ്റാനൊന്നും ശ്രമിക്കരുത്, നമ്മുടെ കൈ കൊണ്ടോ നമ്മുടെ ബോഡി പാർട്സ് കൊണ്ട്. ഓക്കെ, എന്തുകൊണ്ടാണെന്ന് നമുക്കും ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഈ ഷോക്കേറ്റ് കിടക്കുന്ന വ്യക്തിയെ അതിൽ നിന്നും രക്ഷിക്കേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം വാട്ട് ആർ ദ തിങ്സ് ടു ബി ഡൺ ഇമീഡിയറ്റ്ലി ടു സേവ് എ പേഴ്സൺ ഹു ഹാസ് സഫേർഡ് ആൻ ഇലക്ട്രിക് ഷോക്ക്. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത് നോക്കാം. ദ ഫസ്റ്റ് തിങ് ഈസ് ടു ബി ഡൺ ടു ഡിസ്കണക്ട് ദ ഇലക്ട്രിക് കോണ്ടാക്ട്. ആദ്യം തന്നെ നമുക്ക് പറ്റുവാണെങ്കിൽ നമ്മൾക്ക് ആ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുകയാണ്, അല്ലെങ്കിൽ ഇതിനായിട്ട് നമ്മൾ എന്താണ് സ്വിച്ച് ഓഫ് ചെയ്യുകയോ അല്ലെങ്കിൽ ഫ്യൂസ് ഊരി മാറ്റുകയോ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതൊന്നും നമുക്ക് സാധ്യമല്ലെങ്കിൽ ഉണങ്ങിയ മരക്കമ്പോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച്, കറണ്ട് കടക്കാത്ത വസ്തുക്കൾ ഉപയോഗിച്ച് ഈ ഷോക്കേറ്റയാളെ സർക്യൂട്ടിൽ നിന്ന് തള്ളി മാറ്റണം. ഓക്കെ, നെക്സ്റ്റ്, ഇൻ ദ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ പെർഫോം ചെസ്റ്റ് കംപ്രഷൻ. പ്ലേസ് വൺ ഹാൻഡ് ഓൺ ദ ടോപ്പ്, ദ അതർ ഹാൻഡ് ആൻഡ് അപ്ലൈ കണ്ടിന്യൂസ് പ്രഷർ ഓൺ ദ വിക്ടിംസ് ചെസ്റ്റ്. ദിസ് ഷുഡ് ബി ഡൺ അൺടിൽ ദ ഹാർട്ട് സ്റ്റാർട്ട് ബിഗിൻ എഗെയിൻ. ഓക്കെ, അപ്പോൾ ഒരാളുടെ ഹൃദയമിടിപ്പ് നിലച്ചിട്ടുണ്ടെങ്കിൽ ഷോക്കേറ്റയാളുടെ നെഞ്ചിലിങ്ങനെ കൈകൾ മേൽക്കുമേൽ വെച്ചിട്ട് നമുക്ക് കണ്ടിട്ടുണ്ടല്ലോ എങ്ങനെ ചെയ്യുന്നതായിട്ട്. കംപ്രഷൻ കൊടുക്കാനാണ് പറയുന്നത്. ഓക്കെ, മേൽക്കുമേൽ വെച്ചിട്ട് തുടർച്ചയായിട്ട് ഇങ്ങനെ അമർത്തണം, ഹൃദയം പ്രവർത്തിക്കുന്നത് വരെ എങ്ങനെ ചെയ്യണം. ഓക്കെ, ഇതൊക്കെ പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. പിന്നെന്താണ്, ഇഫ് ബ്രീതിങ് സ്റ്റോപ്സ് ഗിവ് ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, കീപ് ദ ബോഡി വാം ബൈ മസാജിങ്. അയാൾക്ക് ശ്വസിക്കാൻ സ്വയം പറ്റുന്നില്ലെങ്കിൽ കൃത്രിമ ശ്വാസം നൽകണം, പിന്നെ ശരീരം തിരുമ്മി ചൂടാക്കി കൊടുക്കണം. ദെൻ ടേക്ക് എ പേഴ്സൺ ഇമീഡിയറ്റ്ലി ടു ഹോസ്പിറ്റൽ ഇഫ് ദ ഷോക്ക് ഈസ് സെവെയർ. ഷോക്ക് ഗുരുതരമാണെങ്കിൽ അയാളെ ഉടനെ തന്നെ ആശുപത്രിയിലെത്തണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ആദ്യം പെട്ടെന്ന് ചെയ്യേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമുക്ക് നോക്കാം ജനറേറ്റർ. ഡോണ്ട് വി യൂസ് ജനറേറ്റർ അറ്റ് സ്കൂൾ വെൻ സം ഫെയർസ് ഓർ PTA മീറ്റിംഗ് ആർ ഹെൽഡ്? വൈ ഇറ്റ് ഈസ് യൂസ്ഡ്? വിച്ച് ഫ്യൂവൽ ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റ് എ ജനറേറ്റർ? ഓക്കെ, അപ്പോൾ നമ്മുടെ സ്കൂളിൽ എന്തെങ്കിലും ഫങ്ഷൻസോ പ്രോഗ്രാംസോ ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ജനറേറ്റർ കൊണ്ടുവരാണ്ടല്ലേ. കല്യാണ വീടുകളിലൊക്കെ നമുക്ക് കാണാറുണ്ട് ഇങ്ങനെ ജനറേറ്ററായിട്ട് പ്രവർത്തിപ്പിക്കുന്നത് അല്ലേ. അപ്പോൾ എന്തിനാണ് ഈ ജനറേറ്റർ കൊണ്ടുവരുന്നത്? ഇതിലുപയോഗിക്കുന്ന ഇന്ധനം ഏതാണ്? അപ്പോൾ നോക്കാം. ദ ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി മേക്കിംഗ് യൂസ് ഓഫ് എനർജി ഫ്രം ഫ്യൂവൽ ലൈക്ക് പെട്രോൾ, കെറോസിൻ, ഡീസൽ എക്സെട്ര. You have learned in the previous class that in the generator, chemical energy first get converted into mechanical energy and then electrical energy. Can generator be used regularly to get electricity at home and school? Discuss the basic cost of diesel, pollution, etc. What is the solution? Okay, അപ്പോൾ എന്താണ്, പെട്രോൾ, ഡീസൽ, കെറോസിൻ, മണ്ണെണ്ണ തുടങ്ങിയ ഇതിൽ നിന്നാണ് ഈ ഒരു ജനറേറ്ററിന് ഊർജം ലഭിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ ആദ്യം എന്താവും, കെമിക്കൽ എനർജി ഫസ്റ്റ് കൺവേർട്ടഡ് ഇൻറ്റു മെക്കാനിക്കൽ എനർജി ദെൻ ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ആയിട്ട് മാറും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീടുകളിലൊക്കെ സ്ഥിരമായിട്ട് ഇത് യൂസ് ചെയ്യാൻ പറ്റുമോ? അപ്പോൾ ഡീസലിൻ്റെ വില, മലിനീകരണം എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്യുമെന്നാണ് പറയുന്നത്. എന്ന് വെച്ചാൽ ഈ ജനറേറ്ററൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത്
മലിനീകരണം സംഭവിക്കുന്നുണ്ടോ എന്നൊക്കെ ചർച്ച ചെയ്യാനാണ്. ഓക്കെ, നെക്സ്റ്റ് ഹൈഡ്രോളിക് പവർ സ്റ്റേഷൻ. You might have seen metallic wires stretched over tall poles. From where do this line bring an electricity? How this electricity is generated? ഓക്കെ, അപ്പം നമുക്ക് ഉയരമുള്ള ഇങ്ങനെ പോളുകളിലൂടെ വലിച്ചു കെട്ടിയ കമ്പികൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, ഈ വൈദ്യുതി കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതൊക്കെ ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെ നിന്നാണ്? ദ പവർ വി യൂസ് അറ്റ് ഹോം ഈസ് ജനറേറ്റഡ് ബൈ ഹ്യൂജ് ജനറേഷൻ ഇൻ ദ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. ഓക്കെ, അപ്പം നമ്മൾ വീടുകളിൽ യൂസ് ചെയ്യുന്ന കറണ്ട് ഉൽപ്പാദിപ്പിക്കുന്നത് വൈദ്യുത നിലയങ്ങളിലാണ്. ഓക്കെ, വലിയ ജനറേറ്ററുകൾ പ്രവർത്തിപ്പിച്ചാണ് ഇത് ഉണ്ടാക്കുന്നത്. ഹൗ ഡു ജനറേറ്റർ ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വർക്ക്സ്? അപ്പോൾ ഈ പവർ സ്റ്റേഷനിൽ എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, ജനറേറ്റർ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ജനറേറ്റർ ഇൻ hydro electric power station works using the energy obtained when water stored in the reservoir of dam falls from height in the dams. Water which is stored in the reservoir is carried through the pipe and made to fall forcefully on the turbines connected to the generator. This force of falling water rotates the turbines. The generator connected to the turbines start to work and produce electricity. The electricity is transmitted to various places through electric line. ഓക്കെ, അപ്പോൾ അവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് അല്ലേ, ഡാമിൽ നിന്ന് വെള്ളം ഈ ജനറേറ്ററുമായി ബന്ധിപ്പിച്ച ടർബൈനിലേക്ക് ശക്തിയായിട്ട് വീഴുന്നു. ഓക്കെ, ഫോഴ്സ്ഫുള്ളി വീഴുന്നു. അപ്പോൾ അങ്ങനെ വീഴുന്ന സമയത്ത് ആ ടർബൈൻ്റെ ഇങ്ങനെ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ ആ ജനറേറ്റർ ഓൺ ചെയ്തിട്ട് എന്താവും, വൈദ്യുതി പ്രവർത്തിക്കും. അപ്പോൾ അതിൽ നിന്നാണ് ഇലക്ട്രിക് ലൈനിലേക്ക് വൈദ്യുതി എത്തുന്നത്. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് ഈ വെള്ളം? ഡാമിൽ നിന്ന് അല്ലേ, അണക്കെട്ടുകളിൽ നിന്ന് നിർത്തിയ വെള്ളം താഴേക്ക് പതിക്കുമ്പോഴാണ് ഈ ജലവൈദ്യുത നിലയങ്ങൾ ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഈ വെള്ളം പൈപ്പിലൂടെ വരുമ്പോൾ ഫോഴ്സ്ഫുള്ളി വന്നിട്ട് ഈ ടർബൈനിലേക്ക് വീഴുന്നു. അപ്പോൾ അത് കറങ്ങുന്നു. അങ്ങനെ ജനറേറ്റർ ഓണായി വൈദ്യുതി ഉണ്ടാവുന്നു. നോക്കാം. എ മേജർ പാർട്ട് ഓഫ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസർ കേരള ഈസ് ഫ്രം ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻ ഇടുക്കി. അപ്പോൾ നമ്മുടെ കേരളത്തിലെ ഭൂരിഭാഗവും വൈദ്യുതി ഉൽപ്പാദിക്കുന്നത് എവിടെ വെച്ചാണ്? ഇടുക്കി ഡാം അല്ലേ, ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ഇൻ ഇടുക്കിയിലാണ്. ഡിസ്കസ് ദ മെറിറ്റ് ആൻഡ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആസ് കമ്പയർഡ് ടു ദ ഡീസൽ ജനറേറ്റർ ബേസ്ഡ് ഓഫ് കോസ്റ്റ് ഓഫ് ഫ്യുവൽ ആൻഡ് പൊല്യൂഷൻ. അപ്പോൾ ഇന്ധനങ്ങളുടെ വില, അതിൻ്റെ മലിനീകരണം തുടങ്ങിയ അടിസ്ഥാനത്തിൽ ഡീസൽ ജനറേറ്ററുകളെ അപേക്ഷിച്ച് ജലവൈദ്യുത നിലയങ്ങളുടെ മേന്മ ചർച്ച ചെയ്യും. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് നോർമലായിട്ട് എന്താണ്, ഈ ജനറേറ്റർ യൂസ് ചെയ്യുമ്പോൾ അതിന് ഡീസലോ പെട്രോളോ അങ്ങനെയുള്ള ഇന്ധനങ്ങൾ ആവശ്യമുണ്ട് അല്ലേ. അതിൽ നിന്ന് മലിനീകരണം സംഭവിക്കും അല്ലേ, പുക ഒക്കെ പോകാനുള്ള ചാൻസ് ഉണ്ട്. എന്നാൽ ഇങ്ങനെ ഈ ജലവൈദ്യുത നിലയങ്ങളിൽ നമ്മൾ ഇത് വിൽക്കുമ്പോൾ ഇതിൻ്റെ മേന്മ എന്തൊക്കെയായിരിക്കും? അതിന് ഇങ്ങനെയുള്ള ഇന്ധനങ്ങളെ ആവശ്യമൊന്നുമില്ല അല്ലേ. മാത്രമല്ല എന്താണ്, മലിനീകരണം സംഭവിക്കാനുള്ള ചാൻസസും കുറവാണ് അല്ലേ. അതർ പോസിബിലിറ്റീസ് ഫോർ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. വൈദ്യുതി ഉൽപ്പാദനം മറ്റ് സാധ്യതകൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനാണ് അല്ലേ. അപ്പോൾ നോക്കാം. ഒബ്സർവ് ദിസ് പിക്ചർ. ഒന്ന് തെർമൽ പവർ സ്റ്റേഷൻ, ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, windmill. Okay, you have already understood that electricity is produced in our country by using fuel like coal and diesel. We also use the power of wind and tidal waves as well as nuclear energy. Observe this picture given below. അപ്പോൾ മറ്റേതൊക്കെയാണ്? സോളാർ പാനൽ അല്ലേ, ചന്ദ്രയാൻ 3 സോളാർ കാർ. ഇതിലൊക്കെ എന്താണ്, ചന്ദ്രയാൻ 3 സോളാർ കാറൊക്കെ യൂസ് ചെയ്യുന്നത് എന്തിൽ? സൂര്യൻ്റെ എനർജി കൊണ്ടാണ് അല്ലേ, സൺ എനർജി കൊണ്ടാണ്. അപ്പോൾ നമുക്ക് നോക്കാം. സോളാർ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി. സോളാർ പാനൽ ഈസ് എ combination of 2 or more solar cell. Solar energy is a solution for the future energy crisis. Cost effective technologies for harnessing solar energy are to be developed. Researchers are going on for this purpose. അപ്പോൾ സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം നമ്മുടെ വൈദ്യുത ഊർജ്ജമായിട്ട് മാറ്റുന്നതിനുള്ള സംവിധാനമാണ് സോളാർ സെല്ലുകൾ. ഓക്കെ, ഇപ്പോൾ ഇതിൽ ഈ കാറിൻ്റെ മുകളിലും സോളാർ പാനലൊക്കെ കണ്ടില്ലേ ഘടിപ്പിച്ചിരിക്കുന്നത്. ഒന്നിലധികം ഈ സോളാർ സെല്ലുകൾ ചേർന്നതാണ് സോളാർ പാനൽ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഭാവിയിൽ നമുക്കുണ്ടായേക്കാവുന്ന
ഈ വൈദ്യുത ഊർജ പ്രതിസന്ധിക്കുള്ളൊരു പരിഹാരമാണ് ഈ സൗരോർജം അല്ലേ. അപ്പോൾ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇത് പ്രയോജനപ്പെടുത്താനുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഇപ്പോൾ വികസിച്ച് വരുന്നുണ്ട്. ഇതിനായിട്ടുള്ള ഗവേഷണങ്ങളൊക്കെ നടന്ന് വരുന്നുണ്ട്. നമുക്ക് നോക്കാം. ഡോണ്ട് വേസ്റ്റ് ഇലക്ട്രിസിറ്റി അല്ലേ. നമുക്ക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ച് നമ്മൾ പഠിച്ചു. എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്നൊക്കെ പഠിച്ചു അല്ലേ. അപ്പോൾ ഡോണ്ട് വേസ്റ്റ് ഇലക്ട്രിസിറ്റി, വൈദ്യുതി പാഴാക്കല്ലേ. സേവ് ഇലക്ട്രിസിറ്റി. ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി as to be increased when there is higher consumption does not the generation of more electricity require more fuel. Observe the poster. അപ്പം നമ്മൾ കൂടുതലായിട്ട് വൈദ്യുതി ഉപയോഗിക്കുമ്പോൾ കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കേണ്ടതായിട്ട് വരും അല്ലേ. നമ്മൾ വെറുതെ ഇങ്ങനെ നമ്മൾ ഒരു റൂമിൽ ഇപ്പോൾ നമ്മൾ അവിടെ ഇല്ലാത്ത സമയത്ത് സ്വിച്ചൊക്കെ ഓൺ ചെയ്തിട്ട് വെറുതെ വൈദ്യുതി ഒന്നും പാഴാക്കാൻ പാടില്ല. യു ഹാവ് ടു സേവ് ദ ഇലക്ട്രിസിറ്റി. കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കൂടുതൽ ഇന്ധനം ഉപയോഗിക്കേണ്ടതല്ലോ അല്ലേ. അപ്പോൾ ഈ പോസ്റ്റർ സേവ് ഇലക്ട്രിസിറ്റി. വാട്ട് മെസ്സേജ് ഡസ് ദിസ് പോസ്റ്റർ കൺവേ? വിച്ച് ആർ ദ സർക്കംസ്റ്റാൻസസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റഡ്? ഡിസ്കസ്. ഡു ദ ഫാൻ ആൻഡ് ബൾബ് ലെഫ്റ്റ് വർക്കിംഗ് ഈവൻ വെൻ ദർ ഈസ് നോബഡി ഇൻ ദ ക്ലാസ് റൂം? ഓക്കെ, അപ്പോൾ ഈ പോസ്റ്റർ എന്ത് സന്ദേശമാണ് നിങ്ങൾക്ക് നൽകുന്നത്? വൈദ്യുതി പാഴാക്കുന്ന എന്തൊക്കെ സന്ദർഭങ്ങളുണ്ട് അത് നിങ്ങൾ ചർച്ച ചെയ്യാനാണ്. അപ്പോൾ എങ്ങനെയാണ് വൈദ്യുതി പാഴാകുന്നത്? അപ്പോൾ നമ്മൾ ഒരു റൂമിൽ കിടക്കുകയാണ് അല്ലേ. നമ്മൾ ലൈറ്റും ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ കിടക്കുകയാണ് കേട്ടോ. നമ്മൾ അവിടെ പുറത്ത് പോകേണ്ട സാഹചര്യം ഉണ്ടായി. അപ്പോൾ നമ്മൾ ആ ലൈറ്റും ഫാനും ഒന്നും ഓഫ് ചെയ്യാതെ പുറത്ത് പോവുകയാണ് അല്ലേ. അത് ഓണായി കിടക്കുകയാണ്. അപ്പോൾ അത് വൈദ്യുതി പാഴാകുകയാണ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് അവസരങ്ങളിലൂടെയാണ് വൈദ്യുതി പാഴാകുന്നത്. അപ്പോൾ വൈദ്യുതി പാഴാകാതിരിക്കാനും അത് നമ്മൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കണം ശ്രമിക്കണം. ഓക്കെ, അപ്പോൾ അതിനൊക്കെക്കുറിച്ച് നിങ്ങൾ ക്ലാസ്സിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറയുന്നത്. പ്രിപ്പയർ എ പോസ്റ്റർ ഹൈലൈറ്റിംഗ് ദിസ് ഫാക്ടർ ആൻഡ് ഡിസ്പ്ലേ ഇൻ ദ ക്ലാസ് റൂം. എങ്ങനെയാണ് വൈദ്യുതി പാഴാക്കാതിരിക്കുക എന്ന് വെച്ചാൽ നമുക്ക് ആവശ്യത്തിന് മാത്രം ലൈറ്റ് ഓൺ ചെയ്യുക അല്ലേ. ആവശ്യമില്ലാത്ത സമയത്ത് ലൈറ്റ് ഓഫ് ചെയ്യുക. പിന്നെ ഫ്രിഡ്ജൊക്കെ ഇപ്പോൾ പറയാം 6 o'clock സമയത്ത് നമ്മൾ ടി വിയിൽ പരസ്യമൊക്കെ കാണാറുണ്ട്. 6 മണി മുതൽ 10 മണി വരെ ഫ്രിഡ്ജൊക്കെ ഓഫ് ചെയ്തിടാൻ വേണ്ടി. കാരണം ആ സമയത്ത് കൂടുതൽ കറണ്ട് കൺസംഷൻ ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഓഫ് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ എഴുതി ക്ലാസ്സിലൊരു പോസ്റ്റർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾക്കൊക്കെ എനിക്കിത് മനസ്സിലായെന്ന് തോന്നുന്നു അല്ലേ. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അപ്പം നമുക്കിതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ലെറ്റ് us assess. What is the energy change in battery when it is connected to an emergency lamp? ഓക്കെ, എമർജൻസി ലാമ്പിൽ ഒരു ബാറ്ററി കണക്ട് ചെയ്യുന്ന സമയത്ത് ആ എനർജി ചേഞ്ച് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ഊർജ്ജമാറ്റം. Electrical energy changes into light energy changes into chemical energy changes first into electrical energy and then into light energy. അപ്പോൾ എന്താണ്? അതാണല്ലേ മൂന്നാമത്തെ സി ആണ്. കെമിക്കൽ എനർജി ചേഞ്ചസ് ഫസ്റ്റ് ഇൻറ്റു ഇലക്ട്രിക്കൽ എനർജി ദെൻ ഇൻറ്റു ലൈറ്റ് എനർജി. രാസോർജം ആദ്യം വൈദ്യുതോർജവും പിന്നീട് പ്രകാശ ഊർജവുമായി മാറുന്നു. സെക്കൻഡ് വൺ, ഓഫ് ദ ഫോളോയിങ് വിച്ച് ഈസ് എൻ ഓപ്പൺ സർക്യൂട്ട്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഓപ്പൺ സർക്യൂട്ട്? റൊട്ടേറ്റിംഗ് ഓഫ് പാൻ, എ ഡാമേജ്ഡ് ബെൽ ഈസ് സ്വിച്ച്ഡ് ഓൺ, വർക്കിംഗ് ഓഫ് മിക്സി, ഗ്ലോയിങ് എ ബൾബ്. ഏതാണ് വിച്ച് ഈസ് എൻ എക്സാമ്പിൾ ഫോർ ഓപ്പൺ സർക്യൂട്ട്? എ ഡാമേജ്ഡ് ബെൽ ഈസ് സ്വിച്ച്ഡ് ഓൺ അല്ലേ. ഡാമേജ്ഡ് ബെൽ ഈസ് സ്വിച്ച്ഡ് ഓൺ, ദാറ്റ് ഈസ് എൻ ഓപ്പൺ സർക്യൂട്ട്. നെക്സ്റ്റ്, ഫ്രം വെയർ ഡു ദ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഗെറ്റ് ഇലക്ട്രിസിറ്റി ഫോർ ഇറ്റ്സ് വർക്കിംഗ്? ഏതാണ്? നേരത്തെ നമ്മൾ പിക്ചർ കണ്ടിരുന്നു അല്ലേ. ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ് ഗെറ്റ് ഇലക്ട്രിസിറ്റി, സോളാർ പാനൽ. നെക്സ്റ്റ്, സംടൈംസ് ദർ ഈസ് എ പവർ ഷോർട്ടേജ് ഇൻ കേരള ഡ്യൂറിങ് സമ്മർ സീസൺ. വൈ? എന്തുകൊണ്ടായിരിക്കാം സമ്മർ സീസണിൽ ദർ ഈസ് എ പവർ ഫെയിലിയർ? Because a major part of electricity produced in Kerala is from the hydroelectric power station. അല്ലേ, പവർ സ്റ്റേഷനിൽ നിന്നാണ് കൂടുതൽ വൈദ്യുതി ഉൽപ്പാദിക്കുന്നത്. അപ്പോൾ ഡ്യൂറിങ് സമ്മർ വാട്ടർ ലെവൽ ഇൻ ദ റിസർവിയർ ആൻഡ് റിവർ ഡിക്രീസസ് റിഡ്യൂസിങ് ദ കപ്പാസിറ്റി ഫോർ ഹൈഡ്രോ ഇലക്ട്രിക് ജനറേഷൻ. അപ്പോൾ സമ്മറിൽ വാട്ടർ ലെവൽ എല്ലായിടത്തെയും വാട്ടർ ലെവൽ കുറയും അല്ലേ. അപ്പോൾ അതുകൊണ്ടാണ്
Okay, next, a person is standing in water, an electric line break and falls into the water. Is the person likely to get an electric shock? Give reason. ഓക്കെ, അപ്പോൾ ഒരാൾ വെള്ളത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഇലക്ട്രിക് ലൈൻ പൊട്ടി വീഴുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അയാൾക്ക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് ഉണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് റീസൺ? യെസ് അല്ലേ, ദ പേഴ്സൺ ഈസ് വെരി ലൈക്ലി ടു ഗെറ്റ് എൻ ഇലക്ട്രിക് ഷോക്ക്. Water is the good conductor of electricity, can travel quickly through the water, so it can cause an electric shock to anyone standing in or near the water. അല്ലേ, വാട്ടർ എന്ന് പറയുന്നത് ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ആണ് അല്ലേ, വൈദ്യുതി കടത്തിവിടുന്ന വസ്തുവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലുള്ള വ്യക്തിക്കോ അല്ലെങ്കിൽ അതിൻ്റെ അടുത്തിരിക്കുന്നവർക്കോ ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ diagram of an open circuit, convert into a closed circuit using appropriate symbols and draw it. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് ഒരു ഓപ്പൺ സർക്യൂട്ടാണ് അല്ലേ, നമുക്കറിയാം ബാറ്ററി ആയിട്ട് ഇത് കണക്റ്റഡ്. അപ്പോൾ ഇതിനെ ക്ലോസ്ഡ് സർക്യൂട്ട് ആക്കിയിട്ട് ഇതിൽ എന്തൊക്കെ മാറ്റം വരുത്തും അതൊക്കെ നമ്മൾ സിമ്പിൾ യൂസ് ചെയ്തിട്ട് കംപ്ലീറ്റ് ആവാനാണ് പറയുന്നത്. ഓക്കെ ഓക്കെ അപ്പോൾ നമ്മളത് ക്ലോസ്ഡ് സർക്യൂട്ടാക്കി മാറ്റിയിട്ടുണ്ട് അല്ലേ. ഓപ്പൺ സർക്യൂട്ട് എങ്ങനെയാണ്, ആ വയറ് ബാറ്ററിയായിട്ട് കണക്ട് ചെയ്തപ്പോൾ എന്തായി, ബൾബ് ഗ്ലോ ചെയ്തു അല്ലേ. നേരത്തെ ബൾബ് ഗ്ലോ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോൾ ബൾബ് ഗ്ലോ ചെയ്യുന്ന സൈനും നമ്മൾ ചെയ്തു അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഓപ്പൺ സർക്യൂട്ട് ക്ലോസ്ഡ് ആക്കി മാറ്റുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് എ സ്വിച്ച്? സ്വിച്ച് എന്ന് വെച്ചാൽ എന്താണ്? എ സ്വിച്ച് ഈസ് എ ഡിവൈസ് യൂസ് ടു മേക്ക് എ സർക്യൂട്ട് ക്ലോസ്ഡ് ഓർ ഓപ്പൺ വെൻ റിക്വയർഡ്. A circuit become closed when switch is turned on. It become open when switch is turned off. Next question, what is conductors and insulators? ഇപ്പോൾ കണ്ടക്ടർ എന്താണ്? കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം അല്ലേ. എക്സാമ്പിൾ അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ് and water are the electric conductors also. Then insulator എന്താണ്? Insulator are the substance that do not allow electricity to pass through അല്ലേ. അപ്പോൾ dry wooden block, paper, plastic, clothes are the insulators. Next, what is closed circuit and open circuit? A circuit is closed one if it is complete, and if the circuit is not complete, it is an open circuit. ഓക്കെ, ഇലക്ട്രിക് ഡിവൈസസ് ക്യാൻ വർക്ക് ഓൺലി ഇൻ എ ക്ലോസ്ഡ് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ രണ്ട് പിക്ചർ കൊടുത്തിട്ടുണ്ട്, ഓപ്പണും ക്ലോസ് ആയതല്ലേ. സർക്യൂട്ട് 1 എന്ന് വെച്ചാൽ ഓപ്പൺ സർക്യൂട്ടാണ്, കാരണം അതിൻ്റെ വയറ് ബാറ്ററി ആയിട്ട് കണക്റ്റഡ് അല്ല. മറ്റത് ക്ലോസ്ഡ് സർക്യൂട്ട്, ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, what is an electric circuit? It is an arrangement that passes electricity from the electric source to a device. A circuit requires at least an electric source, connecting wire and a electric device. Okay. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റീചാർജബിൾ, നോൺ റീചാർജബിൾ ആയിട്ടുള്ള ബാറ്ററിയെ കുറിച്ച് പഠിച്ചു. വാട്ട് ഈസ് സെൽ, വാട്ട് ഈസ് ബാറ്ററി, തമ്മിലുള്ള ഡിഫറൻസസ് എന്തൊക്കെയാണ് പഠിച്ചു. അതൊക്കെ ക്ലാസ് എടുക്കുന്ന ടൈമിൽ തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതൊക്കെ ഒന്ന് റീകളക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവരുടെയും എക്സാംസ് ആർ കമ്മിങ് സൂൺ റൈറ്റ്. അപ്പോൾ പ്രിപ്പയർ വെൽ ഫോർ ദ എക്സാം. അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ ബൈ.